ഹായ്, നാളത്തെ പ്രൊമോയുടെ വിശേഷത്തിലേക്ക് സ്വാഗതം. ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ ഈ വീട്ടിൽ നിന്നും പോകുന്നത് 2-3 തവണയായി ഞാൻ കേൾക്കുന്നു. എന്താ ഉദ്ദേശം? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഈ വീടിൻ്റെ നല്ലതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഞാൻ ചെയ്യും. അടുത്ത സീനിൽ അലീനയും രോഹിയും കൂടി ശരണിയുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. രോഹിയാണെങ്കിൽ ഉള്ളിൽ നല്ല പേടിയുള്ള കാരണം ആട്ടിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കുവാണ്. അപ്പോൾ അലീന കൂടെയുള്ള ധൈര്യത്തിൽ രോഹിയാണെങ്കിൽ ഇറങ്ങി ചെല്ലുന്നുണ്ട് കേട്ടോ. ആദ്യം ശരണിയുടെ അച്ഛനും ഗോപനും രോഹിയോട് ഇത്തിരി നീരസം കാട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും വകവയ്ക്കാണ്ട് രോഹിയാണെങ്കിൽ എല്ലാവരോടും മാപ്പ് അപേക്ഷിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശരണിയുടെ കൈ പിടിച്ച് രോഹി പറയുന്നുണ്ട്, ഞാൻ അന്ന് അവിടെ വരാൻ പോലും പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണം, ഒന്നും മനസ്സിൽ വയ്ക്കരുത്. അത് കാണുമ്പോൾ വാശിയോടെ നിന്ന് ഗോപനും ഒന്ന് തണുക്കുന്നുണ്ട്. ഈ സമയത്ത് അലീനയാണെങ്കിൽ രോഹിയോട് ചോദിക്കുന്നുണ്ട്, സന്തോഷമായില്ലേടാ, മനസ്സ് തെളിഞ്ഞില്ലേ, ഇവരോടെല്ലാം വലിയ ഇഷ്ടം തോന്നുന്നില്ലേ നിനക്കെന്ന് ചോദിക്കുക. അടുത്ത സീനിൽ അലീനയും ശരണിയും കൂടി മുറിയിലിരുന്ന് സംസാരിക്കണം കേട്ടോ. അലീനയാണെങ്കിൽ ശരണിയുടെ കവിളിൽ തലോടി കൊണ്ട് പറയുവാണ്, നീ ജയിച്ചാൽ ഞാൻ ജയിച്ചതുപോലെയാണ്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ചേച്ചി തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല ചേച്ചി. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും തുടർന്നുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.